എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വയനാട്ടിലെ പ്രശസ്തമായ ബ്രഹ്മഗിരി ട്രക്കിങ്ങിന് വേണ്ടിയാണ്. പ്രശസ്തമായ തിരുനെല്ലി ക്ഷേത്ര വഴിയിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത്. പിന്നെ വാച്ച് ടവറിന്ന് ഗ്രാസ് ലാൻഡിലേക്ക് ഒരു 3 കിലോമീറ്റർ. അപ്പോൾ വൺ സൈഡ് 6. പിന്നെ ഇവിടെ അരുവിയൊക്കെ ഉണ്ട്. ലാസ്റ്റ് വെള്ളം കിട്ടുന്ന വാച്ച് ടവറിൻ്റെ അവിടെയാണ്. പിന്നെ ഗ്രാസ് ലാൻഡിലേക്ക് വെള്ളം കിട്ടും. നമ്മൾ വാച്ച് ടവറിൻ്റെ അവിടെ നിന്ന് വെള്ളം സ്റ്റോർ ചെയ്യണം. വാച്ച് ടവറിൻ്റെ ഒന്ന് എത്ര കിലോമീറ്റർ ഉണ്ടെന്നാണ്? ഇവിടുന്ന് 3 കിലോമീറ്റർ. പിന്നെ ഗ്രാസ് ലാൻഡ് അവിടേക്ക് 3. ടോട്ടൽ 12 കിലോമീറ്റർ അല്ലേ? 12. ഓക്കെ. അതേവഴി ഇതാണ് നമ്മുടെ ഗൈഡ് വൈശാഖ്. തിരുനെല്ലി തന്നെയാണ് വീട്. ഇന്ന് നമ്മളെ ബ്രഹ്മഗിരി ട്രക്കിങ്ങിന് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് വൈശാഖാണ്. വയനാട് ബ്രഹ്മഗിരി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ വന്നിട്ട് കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യണം. നേരത്തെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി. കാലത്ത് 7:30 മുതൽ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും. 9:30 എൻട്രി ചെയ്യണം. അപ്പോൾ 7:30 വന്ന് കയറി പോകുന്നതാണ് ബെറ്റർ. ഫസ്റ്റ് കുറച്ച് ദൂരം ഫോറസ്റ്റ് ഏരിയയാണ്. അപ്പോൾ കുറച്ച് കയറ്റങ്ങളും ഇതൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, നല്ലൊരു അന്തരീക്ഷമാണ്. അമ്മ കോയറ്റായിട്ട് ഇപ്പോൾ ഒക്കെ ഉണ്ട്. തിരുനെല്ലി ക്ഷേത്രത്തിലെ പാപനാശിനി ഉണ്ട്. ആ പാപനാശിനിക്ക് ഈ വെള്ളമാണ് ഒഴുകി പോകുന്നത്. ഇത് ഒഴുകി ചെന്നിട്ടാണ് അവിടെ വരുന്നത്, അമ്പലത്തിലെ പാപനാശിനി. കാടിൻ്റെ ഉള്ളിക്കോട്ട തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കയറ്റുണ്ട്. നമ്മൾ പതുക്കെ റെസ്റ്റ് ചെയ്ത് പോയാൽ മതി. ഹാർട്ട് ബീറ്റൊക്കെ നല്ല ഹൈയിലേക്ക് പോകും. റിലാക്സ് ചെയ്ത് പോവുക. നല്ല കയറ്റുണ്ട്. 3 കിലോമീറ്ററാണ് ഇവിടുത്തെ വാച്ച് ടവറിലേക്ക്. വളരെ ഫേമസ് ആയിട്ടുള്ള വാച്ച് ടവറാണ്. നല്ല ഹൈറ്റുള്ള വാച്ച് ടവറാണ്. മുകളിൽ നിന്നൊരു 360 ഡിഗ്രി വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടം വരെ 3 കിലോമീറ്റർ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ഓപ്പൺ സ്പേസ് ആണെന്ന് പറഞ്ഞു, അതൊരു 3 കിലോമീറ്റർ. അങ്ങനെ വൺ സൈഡ് 6 കിലോമീറ്ററാണ്. ടോട്ടൽ 12 കിലോമീറ്ററാണ് ട്രക്കിങ് വരുന്നത്. കയറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കാലത്തായതുകൊണ്ടും പിന്നെ നമ്മൾ ഇടയ്ക്ക് മാസം പ്രാവശ്യം ട്രക്കിങ് വരുന്നത്. അപ്പം അതിൻ്റെയും കേട്ട് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യുക, ഹാർട്ട് ബീറ്റ് കുറയ്ക്കുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. സെൽഫ് ഇൻസ്പയർഡ് ആവുക, അത്രേ ഉള്ളൂ. വഴിയിൽ കുറേ കാട്ടുചോലകൾ, നീരുറവുകൾ, തോടുകളൊക്കെ ഉണ്ട്. അട്ടയുണ്ട്. അട്ടയുള്ള സ്ഥലമാണ് ബ്രഹ്മഗിരി കേട്ടോ. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് ആ സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നല്ല അട്ടയായിരിക്കും. ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. കുറേ സ്ഥലങ്ങളിൽ നീര് ഉറവുകളുണ്ട് കേട്ടോ. അവിടെ നിന്നൊക്കെ വെള്ളം വീണ്ട് നല്ലൊരു ആംബിയൻസ് അടിപൊളിയാണ്. ട്രക്കിങ് സൂപ്പർ ട്രക്കിങ്ങാണ്. ഇതുവരെ നമ്മൾ 2 കിലോമീറ്ററോളം കവർ ചെയ്തു. പക്ഷേ ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു ട്രക്കിങ്ങാണ് വയനാടുള്ള ബ്രഹ്മഗിരി ട്രക്കിങ്. തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഫോറസ്റ്റ് ഓഫീസ് ഉള്ളത്. ഓക്കെ, തിരുനെല്ലി ക്ഷേത്രം ഇവിടെ നിന്ന് കാണാം. ഫോഗുള്ളതുകൊണ്ട്
ഗോപ്രോയിൽ കിട്ടുമെന്ന് സംശയമാണ്. നമുക്ക് പക്ഷെ കാണാൻ പറ്റും. അങ്ങ് ദൂരെ ഫോഗ് ഉണ്ട്, കുറച്ച് ഫോഗ് ഒക്കെ ഉണ്ട്. നല്ല കാറ്റുണ്ട്. അടിപൊളി അടിപൊളി ഗംഭീര കാറ്റം. ഓ നമ്മളതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്തണം കേട്ടോ. എൻ്റെ ദൈവമേ, പൊളി പൊളി. ചക്രമുടി പോലെയാണോ? ബാബുലോ വ്യൂ രക്ഷയില്ല, ഗംഭീര വ്യൂ, അടിപൊളി വ്യൂ. നമ്മുടെ കാടും മലയും താണ്ടി വളരെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ. സ്വർഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്, സ്വർഗത്തിലേക്ക്. അങ്ങനെ നമ്മൾ വാച്ച് ടവറിൻ്റെ അവിടേക്ക് എത്തി. അയ്യോ നല്ല കഥപ്പുണ്ട്. വാച്ച് ടവർ നമ്മുടെ മുന്നിൽ ദൃശ്യമാകുന്നുണ്ട്. അപ്പോൾ വലിയൊരു വാച്ച് ടവറാണ്. മുകളിൽ കയറിയ 360 ഡിഗ്രി വ്യൂ കിട്ടും. അപ്പോൾ അതിന് മുകളിൽ കയറിയിട്ട് ആ കാഴ്ചകൾ കണ്ട് നമുക്ക് ഇറങ്ങാം. വാച്ച് ടവറിൻ്റെ മുകളിൽ അതിമനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. 360 ഡിഗ്രി. ഇതാ ഒരു ടീം മലയുടെ മുകളിലേക്ക് ട്രക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സൂപ്പർ വ്യൂ. അതാണ് ബെസ്റ്റ് വ്യൂ. അപ്പം നമ്മുടെ ട്രക്കിംഗ് ടീമാണ് സാജൻ, പിന്നെ ബബുലു, ശരത് ഭായ്, ശ്യാമ് ഫോട്ടോൻ്റെ തിരക്കിലാണ്. ശ്യാമ് കുറേ വീഡിയോയിലുണ്ട്, ചക്രമുടി കുറേ വീഡിയോയിലുണ്ട്. അയ്യോ കണ്ണ് കാണാനില്ല. ദിലീൻ സൂര്യൻ്റെ വെളിച്ചം. അയ്യോ നല്ല സൂപ്പർ വ്യൂ ആണ്. 360 ഡിഗ്രി വ്യൂ ആണ് കേട്ടോ. ഒന്നും പറയില്ല, ഗംഭീരം. പുഴുണ്ട് കേട്ടോ, ട്രക്കിൻ്റെ ഇടയിൽ പുഴു. അപ്പോൾ ദേഹത്ത് ചൊറിച്ചിൽ കാര്യങ്ങൾ, അപ്പോൾ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. പുഴുവിൻ്റെ ഹെയർസ് മേത്തായി കഴിഞ്ഞാൽ അറിയാലോ, അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഒക്കെ ആനപ്പണ്ണുണ്ട് കേട്ടോ. ആന വരുന്ന സ്ഥലം തന്നെയാണ് ഇവിടെ. അവിടെ ദൂരെ ഒരു മലനിരകൾ കാണുന്നുണ്ട്. അതിൻ്റെ മീതെ മേഘത്തിൻ്റെ ഇടയിൽ ഒരു മലയുടെ ടോപ്പ് സൈഡ് കാണുന്നുണ്ട്. ടോപ്പ് അതാണ് ബാണാസുര മല കേട്ടോ. ബാണാസുര മലയുടെ ടോപ്പ് സൈഡാണ് കാണുന്നത്. ഇതിൽ മൊബൈലാണ് ഷൂട്ട് ചെയ്യുന്നത്. എങ്ങനെ ക്ലിയറായിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. നേരെ കാണുന്ന മലനിരകളുടെ ഇടയിൽ മേഘങ്ങളുണ്ട്. അതിന് മുകളിൽ കുറച്ച് ഏരിയ കാണുന്ന വിസിബിളായിട്ടുള്ള ഭാഗം ബാണാസുര. ഓ നല്ല ക്ലൗഡ് ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ. ഓ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് കയറി വരുന്നുണ്ട്. അടിപൊളി വ്യൂ, രക്ഷയിലോട്ടോ, ഗംഭീര വ്യൂ ആണ്. മേഘങ്ങളൊക്കെ മായും, ബാക്കിലെ മലകളൊക്കെ തെളിഞ്ഞു വരുന്നു. ഇവിടുത്തെ ഹൈറ്റ് 1608 ഹൈറ്റ് അല്ലേ? ഓ 1200 സംതിങ്
സീ ലെവൽ അല്ലേ? ഇത് ബാണാസുരനേക്ക് ഉയരം കൂടുതലാണോ? കൂടുതലാണല്ലേ ബാണാസുര? ആ ഇവിടുന്ന് കാണാം ബാണാസുര. പക്ഷെ ബാണാസുരനേക്കാളും കുറച്ചുകൂടി ഹാർഡ് ട്രക്കിംഗ് ആണെന്നുണ്ടല്ലോ അത്. ആ ബാണാസുരനേക്കാളും ഹാർഡാ, ചെമ്പറിനേക്കാളും ഹാർഡാ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നിങ്ങളുടെ ഇത് നിൽക്കട്ടെ, അടിപൊളി സൂപ്പറാണ്. നല്ല വ്യൂ ആണ്, നല്ല നീലാകാശം. ആ അതെ അതെ ആ ആ നല്ല കോടയും. ആ ആ ഇപ്പം നമ്മൾ നിൽക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡ് പക്ഷിപാതാളം അല്ലേ? അങ്ങോട്ട് പോകണം. ഓക്കെ ഓക്കെ. ഇപ്പോൾ ബാൻ ചെയ്തേക്കില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ എന്ന് വെച്ചാല് പിന്നെ കാറ്റ് ശക്തിയിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും നല്ല കാറ്റായിരിക്കും. ഇവിടെയൊക്കെ നല്ല വെയിലാണെങ്കിലും ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല കാറ്റായിരിക്കും. കാറ്റുണ്ടല്ലോ, ഗംഭീര കാറ്റാ. നമ്മളൊക്കെ പൊലയുന്ന പോലത്തെ കാറ്റാ. മേലെ കൊക്കയാണ്. ആ മേലെ കൊക്കയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ടൊന്നും പോയി നിൽക്കരുത്. കാരണം എന്ന് വെച്ചാൽ കാറ്റടിക്കുമ്പോൾ നമ്മൾ ഓക്കെ. പക്ഷെ ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ ഒട്ടുണ്ടോ, സൂപ്പറാണ്. നല്ല കാറ്റാണ് ഇവിടെ. നമുക്ക് നമ്മുടെ മലയുടെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ദൂരെ തിരുനെല്ലി ടെമ്പിൾ കാണാം കേട്ടോ. നമ്മുടെ 2 ആൾക്കാർ മുകളിൽ പോയിട്ടുണ്ട്, 1 ആൾക്കാർ താഴ്ന്നു വരുന്നുള്ളൂ. ശരത്താ ടിവിനെത്തിയില്ലേ? ആ കോട വരണോ കോട?
വഴി പോലെ. ആ അവിടെ ആ വഴിയോ ഇങ്ങനെ പോണതോ? അതന്നെ. അത് കർണാടക, കർണാടക. കേരള. ഓ അതിനപ്പുറത്ത് കർണാടകയാണ്. നല്ല ലാൻഡ്സ്കേപ്പ്. ഇത് ഒരു സൈഡ് നല്ല കോടമഞ്ഞുണ്ട്, ഒരു സൈഡിൽ നിന്ന് വെയിൽ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് തണുപ്പ്. രണ്ടും മിക്സ് ആയിട്ടാണ് പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് കർണാടകയും, ഏത് ഈ ചെടികളുടെ അപ്പുറത്തേക്കാ? ഇതിനപ്പുറത്തേക്ക് കർണാടകയും ഇങ്ങോട്ട് കേരളമാണ്. ഇതിൽ കുഴിയിൽ ഇരിപ്പ് വാട്ടർഫോൾസ്. ആ ഇരിപ്പ് വാട്ടർഫോൾസ് മറ്റേ കൂർഗ് വഴിയിൽ. ഓക്കെ ഓക്കെ. ആ ഈ ചെടിയുടെ അപ്പുറത്തേക്ക് കർണാടക അല്ലേ? ഓ നമ്മുടെ കൂടെ വയനാട് ബ്രഹ്മഗിരി ട്രക്കിന് വന്നിട്ടുള്ളത് വൈശാഖാണ്. വൈശാഖ് തിരുനെല്ലി തന്നെയാണ് വീട്. അടിപൊളിയായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട് ആള്. എന്തായാലും ഒരു ചെറുപ്പക്കാരനായതുകൊണ്ട് നമുക്ക് ഒരു എനർജി ഉണ്ട്, അതാണ് എൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് കർണാടക കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കർണാടകയാണ്. കർണാടകയിലെത്തി. ഇത് നമ്മൾ പെരിയാറ് പോകുമ്പോൾ ഇതേപോലെ ഉണ്ട്. പെരിയാറ് കേരള തമിഴ്നാട് ബോർഡർ ഉണ്ട് ഇതുപോലെ. ബാണാസുര മലയുടെ ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ എത്തി. ഇതാണ് ബാണാസുര മലയുടെ ലാസ്റ്റ് പോയിന്റ്. ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആണ് കേട്ടോ ബ്രഹ്മഗിരി ട്രക്കിങ്. ഇതൊരു സ്വർഗം തന്നെയാണ്. നിങ്ങളൊരു നാച്ചുറൽ ലവറാണെങ്കിൽ കഴിയുമെങ്കിൽ ബ്രഹ്മഗിരി ട്രക്കിംഗ് ചെയ്തിരിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാണത്.
അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഐറ്റംസൊക്കെ ഈ ഭാഗത്തുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണത്. കഷ്ടമാണ്, കഷ്ടം കേട്ടോ. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ കാടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പ്രവേശിക്കണം കേട്ടോ. നമ്മളുള്ളത് വയനാട് ബ്രഹ്മഗിരി ട്രക്കിങ്ങിലാണ്. അവസാന ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇന്ന് അവിടെ നല്ല മഞ്ഞും കോടയൊക്കെ ഉണ്ടായിരുന്നു. വാച്ച് ടവറിൻ്റെ മീതെ കയറി നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടു. എന്നിട്ട് നമ്മൾ തിരിച്ചിറങ്ങാണ്. മുന്നോട്ട് പോയി നമ്മളിപ്പോൾ കാട്ടിലാണുള്ളത്. അപ്പം നമ്മളിനി വീട്ടിലേക്ക് പോകും. മുകളില് നമ്മള് വാച്ച് ടവർ, മഞ്ഞ്, 2-3 മല കയറിയില്ലേ, കർണാടകയുടെ ഇതും കണ്ടു, ബോർഡറും കണ്ടു. ഓക്കെ, തിരിച്ച് കാട്ടിലേക്ക് എത്തി. ട്രക്കിംഗ് അടിപൊളിയല്ലേ? ബട്ടർഫ്ലൈസ് ഇതാ 100 കണക്കിന് 1000. അയ്യോ എൻ്റെ അമ്മോ, 1000 ഒന്നല്ല 10,000 ലക്ഷം ഉണ്ടാവും. ഇതിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. ആ ഇലയൊന്നൊക്കെ ശ്രദ്ധിച്ചോള്, ഫുള്ള് ബട്ടർഫ്ലൈസ് ആണത്. എന്റെ ദൈവമേ, ഇത് മൈഗ്രേറ്ററി ബ്ലൂ ടൈഗർ. അതന്നെ മലയാളം. വെരി ഗുഡ്. പൊളിച്ചു കേട്ടോ. ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ട് മുന്നേ ചിമ്മിനിയില്. അങ്ങനെ ട്രക്കിങ് അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് വളരെ അപൂർവമായി കാണാൻ കഴിയുന്ന ഒരു സംഭവം ഞങ്ങൾ കണ്ടത്. ബട്ടർഫ്ലൈ മൈഗ്രേഷൻ. ലക്ഷക്കണക്കിന് പൂമ്പാറ്റകൾ ഒരു കാടായി മാറുന്ന ഒരു അപൂർവ കാഴ്ച. നമ്മൾ വയനാട് ബ്രഹ്മഗിരി ട്രക്കിങ്ങിലാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് 2-3 കിലോമീറ്റർ കാടിൻ്റെ ഉള്ളിൽ കൂടെ പോയി ഒരു വാച്ച് ടവർ ഉണ്ട്. അതിന് മുകളിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാം. പിന്നെ ഒരു 2-3 മലകൾ നമ്മൾ കയറി ഇറങ്ങണം. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. നല്ല കോടയൊക്കെ വന്ന് നമ്മളെയൊക്കെ പൊതിഞ്ഞ് വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നമുക്ക് പ്രകൃതി സമ്മാനിച്ചത്. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നമ്മൾ വീണ്ടും അതേ വഴിക്കൂടെ തന്നെയാണ് തിരിച്ചു വരുന്നത്. നമ്മൾ വീണ്ടും ഫോറസ്റ്റ് ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ള ട്രക്കിങ്ങാണ്. ട്രക്കിങ് ഇഷ്ടപ്പെടുന്നവർ മസ്റ്റായിട്ട് വരേണ്ട ഒരു ട്രക്കിങ്ങാണ് ബ്രഹ്മഗിരി ട്രക്കിങ്. എന്തായാലും ഇത്ര നേരം കൂടെ നിന്ന കണ്ട എല്ലാവർക്കും നന്ദി. ബ്രഹ്മഗിരി ട്രക്കിങ്ങിന് വന്ന സമയത്ത് തിരുനെല്ലി ക്ഷേത്രത്തിനടുത്താണ് ഞങ്ങൾക്കുള്ള താമസം സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിരുന്നത്. ആ താമസ സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായി. എന്തായാലും ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം.
സാധനം എത്ര ദൂരം ഭയങ്കര ദൂരം പോണ്ടത് എന്ത് ഒരു